പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് ഡോക്ടർ ശശി തരൂർ MP. യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ മോദി ശരിയായ ഇടപെടൽ നടത്തി. യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. ഇരു രാജ്യങ്ങളും ഇന്ത്യയെ അംഗീകരിക്കുന്നു എന്നതാണ് ഇത് അർത്ഥമാക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇതെവിടെയാണ് അദ്ദേഹം പറയുന്നത്? അഭിമുഖമാണോ അതോ മറ്റേതെങ്കിലും വേദിയിൽ പ്രസംഗിക്കുന്നതാണോ? ഇതിനു മുൻപ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദിയെ അദ്ദേഹം പ്രശംസിച്ചിട്ട് അധികം നാളായിട്ടില്ല. അനുജ, ഇത് ഡൽഹിയിൽ നടക്കുന്ന റൈസിന ഡയലോഗിലാണ് ശശി തരൂരിൻ്റെ ഈ പരാമർശം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പരാമർശം ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനെ ശശി തരൂർ പ്രശംസിക്കുകയും അത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്നുള്ളത് പാർലമെൻറ്റ് സമ്മേളനം കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതാണ് ശശി തരൂർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പരാമർശങ്ങൾ എന്നുള്ളത്. എന്തായാലും ആ പരാമർശത്തിൻ്റെ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഈ യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിന് മറുപടിയായാണ് ശശി തരൂർ പറഞ്ഞത്. ഇതിനു മുൻപ്, അതായത് 2022-ൽ താൻ ഈ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം അബദ്ധമാണെന്ന് തനിക്ക് തോന്നുന്നു. കാരണം 2 ആഴ്ചത്തെ ഇടവേളയിൽ യുക്രൈൻ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. ഈ 2 രാജ്യങ്ങളിലും ഇന്ത്യയെ അംഗീകരിക്കുന്നു, അതായത് ഇന്ത്യക്ക് ഈ 2ഇടത്തും സ്വീകാര്യത ലഭിക്കുന്നു എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ശാശ്വത സമാധാനം കൈവരിക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യക്ക് കഴിയും. അതിൽ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി എന്നതാണ് ശശി തരൂർ ഉന്നയിച്ചിരിക്കുന്ന ഈ പരാമർശം. വീണ്ടും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട്, അത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അതിൽ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇന്ത്യക്ക് വരുത്താൻ സാധിച്ചു, അത് ഒരു നല്ല ഒരു ശുഭപ്രതീക്ഷ നൽകുന്നു എന്ന തരത്തിലാണ് ശശി തരൂർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. ഈ സഭാ സമ്മേളനങ്ങളിലടക്കം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിഷയങ്ങൾ, ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ആയുധമാക്കുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ശശി തരൂർ ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതൊരു റൈസിന ഡയലോഗിൽ, അത് നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന ഒരു ഈവൻ്റാണ്. ആ ഈവൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ശശി തരൂർ പ്രശംസിച്ചിരിക്കുന്നത്. അനുജ, അതെ, അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ നരേന്ദ്രമോദി ശരിയായ ഇടപെടൽ നടത്തി എന്നാണ് പറയുന്നത്. 2 പ്രസിഡന്റുമാരെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടെങ്കിൽ അതിനർത്ഥം ഇരു രാജ്യങ്ങളും ഇന്ത്യയെ അംഗീകരിക്കുന്നു എന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. പറഞ്ഞത് കേൾക്കാം. We had always stood for the inadmissibility of the use of force to settle international disputes, and all of those principles, I said, had been violated by one party, and we should have condemned it. Well, a couple of years later, 3 years later, it does look like I'm the one with egg on my face, because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places, and therefore India is in a position where it can make a difference. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഇതാദ്യമായല്ല നരേന്ദ്രമോദിയെ അദ്ദേഹം പുകഴ്ത്തുന്നത്. ഇതിനു മുൻപ് ഏറ്റവും ഒടുവിലായി ട്രംപുമായുള്ള കൂടിക്കാഴ്ച സമയത്ത് അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും പൊതുവേ മോദി ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട്, അത് യുക്രൈൻ റഷ്യ യുദ്ധം അത് പരിഹരിക്കാൻ മോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ഇതിനു മുൻപ് വിവാദമുണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതും ആ തരത്തിലേക്ക് അദ്ദേഹം പറയുന്നു എന്നതിൽ ഉറച്ചു നിൽക്കില്ലേ? അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ഇനിയും വെട്ടിലാകുന്നു എന്നുള്ളിടത്ത് അവരുടെ ഒരു പ്രതികരണത്തിനൊക്കെ പ്രസക്തി ഉണ്ടല്ലോ. തീർച്ചയായും അനുജ, കാരണം ഇതിനോടകം തന്നെ BJP ശശി തരൂരിൻ്റെ ഈ പരാമർശത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. വീണ്ടും ശശി തരൂർ നരേന്ദ്രമോദിയെ പ്രശംസിച്ചിരിക്കുന്നു. ഇത്തവണ അദ്ദേഹം പ്രശംസ നടത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ശരിയായ നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുണ്ട്. നല്ല ബന്ധമുണ്ട് 2 രാജ്യങ്ങളുമായി. യുദ്ധം പരിഹരിക്കുന്നതിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാട്, അദ്ദേഹം കൈക്കൊണ്ട കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിരിക്കുന്നത്. അച്യുതൻ, തുടരൂ.
അനുജ, ഇതിനോടകം തന്നെ ഈ പരാമർശം ശശി തരൂർ നടത്തിയ, പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് നടത്തിയ ഈ പരാമർശം BJPയുടെ പല നേതാക്കളും ഏറ്റെടുത്തിരിക്കുകയാണ്. അവരവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസ് രണ്ട് സഭകളിലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഈ പരാമർശം കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് ഉറപ്പായും ഭരണപക്ഷം ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ ഇരു സഭകളിലും ഉന്നയിക്കുമെന്നതിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. പൊതുവേ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഈ ശക്തമായി ഇരു സഭകളിലും പോരാടുന്ന സാഹചര്യത്തിലാകും ഈ വാക്കുകൾ കോൺഗ്രസിന് തന്നെ തലവേദനയാകുന്നത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട തരൂർ നടത്തിയ ആ ഒരു പരാമർശം അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി. പല നേതാക്കളും അതിൽ തുറന്ന അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ശശി തരൂർ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങൾ അത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നത് എന്നതാണ് ശശി തരൂർ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം വിശദീകരണമായി പറയുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിയുമായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആശയവുമായി ബന്ധമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ശശി തരൂർ ഇത്തരത്തിൽ പറയുന്നത്. ഇത് തൻ്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന കാര്യം. മറ്റൊന്ന്, കേരള സർക്കാരിനെ പ്രശംസിച്ച് ഇത്തരത്തിൽ വെട്ടിലാവുന്ന ഒരു സാഹചര്യം, കോൺഗ്രസ് പാർട്ടി വെട്ടിലാവുന്ന സാഹചര്യവും ശശി തരൂർ കാരണം ഉണ്ടായി. അതിനെല്ലാം ശേഷമാണ് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ വരുന്നത്. അത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കാര്യമായ ഇടപെടൽ അത് പ്രധാനമന്ത്രിക്ക് നടത്താൻ കഴിഞ്ഞു. ആ ഇടപെടൽ ശരിയായിരുന്നു എന്നതാണ് പറയുന്നത്. 2 ആഴ്ചത്തെ ഇടവേളയിൽ, അതായത് യുക്രൈൻ പ്രസിഡന്റിനെ കണ്ട് 2 ആഴ്ചത്തെ ഇടവേളയിൽ അടുത്ത റഷ്യൻ പ്രസിഡന്റിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അതായത് 2 രാജ്യങ്ങളിലും ഇന്ത്യക്ക് കാര്യമായ സ്വീകാര്യതയുണ്ട് എന്നതാണ് ഈ ഒരു കാര്യത്തിൽ, അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന തരത്തിലാണ് ശശി തരൂർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ അത് പ്രതിരോധത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഇനി കോൺഗ്രസ് പാർട്ടി തരൂരിനെതിരെ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്നുള്ളതും കാത്തിരിക്കേണ്ടതാണ്. കാരണം ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടി തന്നെ നേരിടുന്നുണ്ട്. പല നേതാക്കളുടെയും ഇത്തരത്തിലുള്ള തുറന്ന പരാമർശങ്ങൾ അത് പല ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലേക്ക് കൂടി വരുമ്പോഴായിരിക്കും തരൂരിൻ്റെ പ്രസ്താവനയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത്. എന്തായാലും അത് പാർട്ടി പരിശോധിക്കുന്ന മറ്റൊരു വിഷയമാണ്. മറ്റൊന്ന്, BJP ഇതിനെ ഒരു സോഷ്യൽ മീഡിയ ഒരു പ്രചരണം കൂടിയാക്കി മാറ്റിയിരിക്കുന്നു. തരൂരിൻ്റെ ഈ ഭാഗങ്ങൾ, ഇത്തരം പരാമർശം, പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഈ പരാമർശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഈ പരാമർശം പുറത്തു വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദേശീയ വക്താവ് ഷെർഷാദ് പൂനാവാല അടക്കമുള്ളവർ അതിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ BJP അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ശശി തരൂർ ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന പരാമർശം. അനുജ, ഇതിൽ എന്താണ് ശശി തരൂർ പറയുന്നത്? യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ നരേന്ദ്രമോദി ശരിയായ ഇടപെടൽ നടത്തി എന്ന് തന്നെയാണോ അച്യുതൻ? കാരണം നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയിൽ ജനറൽ അസംബ്ലിയിലൊക്കെ പ്രമേയം വരുന്ന സമയത്ത് ഇന്ത്യ വിട്ടുനിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ തരത്തിലേക്ക് ഒരു അവ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഇന്ത്യ അല്ലെങ്കിൽ മോദി ശരിയായ ഇടപെടൽ നടത്തിയെന്ന് തരൂർ ആ തരത്തിലേക്ക് തന്നെയാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും അനുജ, അതിൽ പറയുന്ന വരി ഇങ്ങനെയാണ്. അതായത് ശാശ്വത സമാധാനം കൈവരിക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യക്ക് കഴിയും. അങ്ങനെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി എന്നുള്ളതാണ്. ഒപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് മോദി നടത്തിയ ഇടപെടൽ, ആ നയം, മുന്നോട്ട് വെച്ച നയം, അത് ശരിയായ നയമാണ്. യുക്രൈനിലും അതുപോലെ തന്നെ റഷ്യയിലും ഒരുപോലെ ഇന്ത്യക്ക് സ്വീകാര്യത ലഭിക്കുന്നു. ഈ 2 പ്രസിഡന്റുമാരെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി എന്നതുകൂടിയാണ് ഈ പ്രതികരണത്തിൽ നമ്മൾ നേരത്തെ കേട്ട
പ്രതികരണത്തിലൂടെ ശശി തരൂർ പറയുന്നത്. അതായത് ഈ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചു എന്നതാണ് ശശി തരൂർ തൻ്റെ പരാമർശത്തിലൂടെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാര്യങ്ങൾ ഈ യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ചില ചർച്ചകൾ അവസാന ഘട്ടത്തിൽ നടന്നു. എന്തായാലും അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യം അതിൽ കൂടിയാണ് ശശി തരൂർ ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ വെട്ടിലാക്കുന്നത് കോൺഗ്രസിനാണ്, പ്രതിരോധത്തിലാക്കുന്നത് കോൺഗ്രസിനാണ്. കാരണം പാർലമെന്റ് സമ്മേളനം അത് പ്രക്ഷുബ്ധമായി മുന്നോട്ട് വന്നു. പ്രത്യേകിച്ച് ഭരണപക്ഷത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി 2 ഫ്ലോറിലും പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ വാ അടപ്പിക്കുന്ന തരത്തിലേക്ക് ഈ പരാമർശങ്ങൾ പരിവർത്തനം ചെയ്ത് BJP അവതരിപ്പിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. BJP അതായത് ഭരണപക്ഷം ഈ ശശി തരൂരിൻ്റെ പരാമർശം ഉറപ്പായും ഈ സഭകളിൽ ഉന്നയിച്ച് തന്നെയായിരിക്കും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക. അനുജ. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ MP. ഇത്തവണ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രശംസ. അത് പരിഹരിക്കാൻ നരേന്ദ്രമോദി ശരിയായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത്. ഇരു രാജ്യങ്ങളും ഇന്ത്യയെ അംഗീകരിക്കുന്നു. ഇതാണ് ശരിയായ നയതന്ത്രമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഡോക്ടർ ശശി തരൂർ. ഇതിനോടകം തന്നെ BJP അവരുടെ എക്സ് ഹാൻഡിലുകളിലൊക്കെ പല നേതാക്കളും ഇത് പങ്കുവയ്ക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി കോൺഗ്രസ് എന്ത് പ്രതികരണം നടത്തും എന്നതിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്.